Okay, so നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട Realme 7 Pro ആണ്. സോ നമുക്ക് നോക്കാം ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് പെർഫോമൻസ്, അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്, എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. Realme 6 Pro വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല അപ്ഗ്രേഡുകൾ വന്നിട്ടുണ്ട്, ചില ഡൗൺ ഗ്രേഡ്സും ഉണ്ട്. നമുക്കതെല്ലാം നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് നമ്മൾ നോർമലി വിഷുവിനും ദീപാവലിക്കൊക്കെ പടക്കം വാങ്ങിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു തരം പാക്കേജിങ്ങിൽ ആ രീതിയിലുള്ള പാക്കേജിങ് തന്നെയാണ് Realme 7 Proയിനുള്ളത്. സോ എത്രയും പെട്ടെന്ന് ഈ പാക്കേജിങ് ഞാൻ എടുത്ത് കളയട്ടെ. സോ പെട്ടെന്ന് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ വെൽക്കം ടു Realme ഫാമിലി ആണ്. ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ഒരു ക്ലിയർ സിലിക്കോൺ TPU കേസ് ഉണ്ട്. തൽക്കാലം ഫോൺ എടുത്ത് മാറ്റി വെക്കാം. 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ പാക്കറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. Type C കേബിൾ ആണ് തന്നിരിക്കുന്നത്. സിം ഇജക്ടർ ടൂളും ഉണ്ട്. സോ നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ നോക്കാം. Realme 7 Proയിൻ്റെ ഇൻ ഹാൻഡ് ഫീലിനെ കുറിച്ച് സംസാരിച്ചാൽ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. കാരണം കോമ്പാക്റ്റ് ഫോണാണ്, വലിയ ഫോണൊന്നുമല്ല. 6.4 ഇഞ്ചിൻ്റെ ആണ് ഡിസ്പ്ലേ. സോ നല്ല കോമ്പാക്റ്റ് ഫോണാണ്. അതിനോടൊപ്പം തന്നെ വെയിറ്റും കുറവാണ്. സോ നമുക്കത് ഫീൽ ആവും, ആ ഒരു ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. എക്സാക്ട്ലി പറഞ്ഞാൽ 182 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ബാക്ക് കവറിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഓബ്വിയസ്ലി Realme 6 Proയിൽ ഗ്ലാസ് ആയിരുന്നു, ഇതിൽ പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. ഗ്ലാസ്റ്റിക് എന്ന് പറയാൻ പക്ഷേ സ്റ്റിൽ ഒരു നല്ലൊരു ഫീലാണ്. അങ്ങനെ ചീപ്പ് ഫീലൊന്നും കിട്ടുന്നില്ല. നല്ല രീതിയിലൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഷൈൻ ചെയ്യുന്നുണ്ട് ലൈറ്റിൽ. പക്ഷേ അതേ രീതിയിൽ ഫിംഗർ പ്രിൻറ്റും പതയുന്നുണ്ട്. സോ മിക്കവാറും ഇത് എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് മിറർ ബ്ലൂ ആണ്, മറ്റൊരു ഓപ്ഷൻ ഉണ്ട് മിറർ സിൽവർ. ഈ ഫോണിൽ വാട്ടർ റിപ്പല്ലൻ്റ് കോട്ടിംഗ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ 8.7 mm ആണ് ഇതിൻ്റെ തിക്നെസ്. ഇതിൻ്റെ കൂടെ കിട്ടിയ TPU കേസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആവുന്നുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ക്യാമറ ബമ്പും കവർ ചെയ്യുന്നുണ്ട്, എഡ്ജസും കവർ ചെയ്യുന്നുണ്ട്. സോ നോ ഇഷ്യൂസ് വിത്ത് ദ TPU കേസ്. ടോപ്പിൽ വോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ. ബോട്ടം സൈഡിൽ 4 സംഭവങ്ങളുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്ക് ഉണ്ട്, പിന്നെ Type C USB പോർട്ട് ഉണ്ട്, പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് വോള്യൂം റോക്കർ ആൻഡ് സിം ട്രേ. ട്രിപ്പിൾ സിം സ്ലോട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോൺസിലുള്ള സെൻസേഴ്സ് ഇതിലും വരുന്നുണ്ട്. ആക്സലറോമീറ്റർ, ഓറിയൻറ്റേഷൻ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി, ജൈറോസ്കോപ്പ് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആൻഡ് ഫേസ് അൺലോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നല്ല സൂപ്പർ ഫാസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഫേസ് അൺലോക്ക് ഫീച്ചർ നോക്കാം. സോ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിലും ഫേസ് അൺലോക്കിലും ഇഷ്യൂ ഒന്നുമില്ല. രണ്ടും നല്ല റിലയബിളും നല്ല സൂപ്പർ ഫാസ്റ്റ് ആണ്. Realme 7 Proയിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് Realme. കാരണം നമ്മളിൽ ഒരുപാട് പേര് ഈ ഒരു അണ്ടർ 20,000 സെഗ്മെൻറ്റിൽ പവർ പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആവശ്യപ്പെട്ടിരുന്നല്ലേ. അപ്പം ഫോർ എക്സാമ്പിൾ സാംസങ്ങിൽ ഓൾറെഡി സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്, പക്ഷേ ആ ഒരു പവർ ഇല്ല. ഇതിൽ രണ്ടും ഉണ്ട്. സോ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്, പ്ലസ് ഒരു പവർഫുൾ ആയ പ്രൊസസ്സറും കൊടുത്തിട്ടുണ്ട് Realme. അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒരു കോമ്പാക്റ്റ് ഫാക്ടർ ഉണ്ട്. സോ ചിലർക്കൊക്കെ വലിയ ഡിസ്പ്ലേസ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഇഷ്ടം ഒരു കോമ്പാക്റ്റ് ഫോണാണ്. സോ 6.4 എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് സ്പോട്ടാണ്, ഒരു കോമ്പാക്റ്റ് ഡിസ്പ്ലേ ആണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ ആണ്. Gorilla Glass 3 പ്ലസിൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പം എനിക്കൊന്ന് റെഡ്മിയുടെ Note 9 വരെ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അത് ഇതിലും കൊടുക്കാമായിരുന്നു. കാരണം കഴിഞ്ഞ വെർഷനിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഫോണിൻ്റെ വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ലൊരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. സോ നമുക്കറിയാമല്ലോ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേൻ്റെ ഒരു സ്പെഷ്യൽ വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിലുള്ള ഒരു ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ്, ഡീപ്പ് ബ്ലാക്സ് ഒക്കെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ്. LCD വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടും. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല വ്യൂവിംഗ് ആംഗിൾ ഉണ്ട്, പ്ലസ് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. സോ Realme 6 Proയിൽ Realmeയുടെ നോർമൽ ഫോൺസിൽ ബ്രൈറ്റ്നസ് ലേശം കുറവായിരിക്കും, പക്ഷേ ഇതിൽ അവർ ഇത്തവണ നല്ല ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു സൺലൈറ്റ് വിസിബിലിറ്റി. സോ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ഡിസ്പ്ലേ ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ, സ്പെഷ്യലി ഫുൾ HD വീഡിയോസ് നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ പ്രൈം ആയാലും യൂട്യൂബിലായാലും, ദെൻ ദിസ് ഫോൺ ഈസ് എ റിയലി ഗുഡ് ഫോൺ ഫോർ യു. നല്ലൊരു ഫോണാണ്. ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കിയാൽ 2 വേരിയൻറ്റ്
വേരിയൻസിലാണ് ഇത്തവണ റിയൽമിയുടെ 7 Pro വരുന്നത്. 6 Proയിൽ 3 വേരിയൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ 2 വേരിയൻസേ ഉള്ളൂ. സോ ആ ഒരു 6GB 64GB ഇപ്പോൾ ഇല്ല. 6GB 128GB 8GB 128GB ഇതാണ് 2 വേരിയൻസ്. രണ്ടിലും UFS 2.1 സ്റ്റോറേജ് ഉണ്ട്. LPDDR4X ആണ് റാം. ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് നോക്കിയാൽ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, ഡീഗ്രേഡും ഇല്ല. എക്സാക്ട്ലി സെയിം ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിപ്സെറ്റാണ്. ഇപ്പം ഒരുപാട് ഫോൺസിലുണ്ട്. പോക്കോ M2 Proയിലുണ്ട്, റെഡ്മി നോട്ട് 9 Pro Max ഉണ്ട്, റിയൽമി 6 Proയിലുണ്ടായിരുന്നു. സോ ഒരുപാട് ഫോൺസിൽ ഓൾറെഡി നമ്മൾ കണ്ട ഒരു ചിപ്സെറ്റാണ്. നല്ലൊരു പവർഫുള്ളായ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 720G. മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്. 8nm ഒക്ടോ കോർ ചിപ്സെറ്റാണ്. 2 പെർഫോമൻസ് കോറുകളുണ്ട്, പിന്നെ 6 എഫിഷ്യൻസി കോർസ് ഉള്ള ഒരു പ്രൊസസ്സറാണ് ഇത്. GPU Adreno 618 ആണ്. സോ നോർമൽ യൂസ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ലാഗോ ഗ്ലിച്ചോ സ്റ്റക്കൊന്നും ഞാൻ അനുഭവപ്പെട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല. നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ്. പ്ലസ് റിയൽമി 6 Proയിൽ ഓൾറെഡി റിയൽമി ഒപ്റ്റിമൈസ് ചെയ്തായിരുന്നു 720G. സോ അങ്ങനെ നോക്കുമ്പോൾ ആ സെയിം ചിപ്സെറ്റ് യൂസ് ചെയ്യുമ്പം അങ്ങനെ ഒപ്റ്റിമൈസേഷനിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ്. സോ നിങ്ങൾ നോർമൽ യൂസിന് വേണ്ടി മേടിച്ചാലും നോ ഇഷ്യൂസ്. പ്ലസ് ഗെയിമിങ്ങിന് വേണ്ടിയാണെങ്കിലും ഞാൻ 2 ഗെയിംസ് കളിച്ച് നോക്കിയായിരുന്നു. സോ ആസ്ഫാൾട്ട് 9 കളിച്ച് നോക്കി, നല്ലൊരു ഹൈ ഡിമാൻഡുള്ള ഗെയിമാണ്. പ്ലസ് പെസ്സും കളിച്ച് നോക്കിയായിരുന്നു. സോ 2 ഗെയിംസ് കളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ സ്റ്റക്ക് ഒന്നും കിട്ടിയില്ല. പെസ്സൊക്കെ ഞാൻ ഹൈ ഗ്രാഫിക് സെറ്റിംഗ്സിലാണ് കളിച്ചത്, പക്ഷേ സ്റ്റിൽ നോ ഇഷ്യൂസ്. സോ പെർഫോമൻസിൻ്റെ ഒരു കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 ഉണ്ട് വിത്ത് റിയൽമി UI. സോ ഇപ്പം റിയൽമി UI വന്ന് എനിക്ക് ചെറിയൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഒരു ഫീലാണ് കിട്ടിയത്. എനിക്ക് എന്താണെന്ന് അറിയില്ല. റിയൽമി UI ഒരു എന്താ പറയുന്നത്, കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു UI തന്നെയാണ്, പക്ഷേ സ്റ്റിൽ എനിക്കൊരു ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടിയത്. കാരണം ബ്ലോട്ട് വെയർ കണ്ടമാനം കുറച്ചിട്ടുണ്ട്. ഇപ്പം റിയൽമിയിലും ഇപ്പം അങ്ങനത്തെ ബ്ലോട്ട് വെയർസ് ഒന്നും ഇല്ല. ആഡ്സ് ഞാൻ കണ്ടില്ല, എനിക്ക് UIയിൽ ആഡ്സ് കിട്ടിയില്ല. ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സ്കാനിങ് ഉണ്ട്. വൈറസ് സ്കാനാണോ എന്ത് സ്കാനാണെന്ന് അറിയില്ല, ഒരു സ്കാനിങ് ഉണ്ട്. ആ സ്കാൻ ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഷോമി ഫോൺസിൽ ഈ പ്രശ്നമുണ്ട്, സ്കാൻ ചെയ്യും, പക്ഷേ നമുക്ക് ആ ഒരു സ്കാൻ ഡിസേബിൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൽ എനിക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ബട്ടൺ ഒന്നും കിട്ടിയില്ല, ഓപ്ഷൻ ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ എനിക്കത് കിട്ടിയില്ല. അതൊരു ഇഷ്യൂ ആണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ ആഡ് കാണിക്കും. സോ ഇത് ആഡ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ അതല്ലാതെ വേറെ എനിക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ, റിയൽമിയുടെ ആപ്ലിക്കേഷൻ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. റിയൽമിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ, അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും മറ്റ് കമ്പനികളുടെ ബ്ലോട്ട് വെയർസ് ഒരുപാടില്ല. ചില ബ്ലോട്ട് വെയർസ് ഉണ്ട്, അത് ഞാൻ എടുത്ത് കളഞ്ഞു. അതല്ലാതെ അങ്ങനത്തെ ഇഷ്യൂ, സോ ഒരു എന്താ വേണ്ടാത്ത ആഡുകൾ, ബ്ലോട്ട് വെയർസ് ഒന്നും എനിക്ക് കാണേണ്ടി വന്നില്ല. പ്ലസ് ബാൻഡായ ആപ്പുകളും പിന്നെ ഈ ക്ലീനർ ആപ്പുകളൊന്നും ഇല്ല. ബാൻഡായ ക്ലീനർ ആപ്സ് ഒന്നും റിയൽമി UIയിലില്ല. ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ഇത്തവണയും 64 മെഗാപിക്സലിൻ്റെയാണ് ക്യാമറ. പക്ഷേ സാംസങ്ങിൻ്റെ Asus GW1 എടുത്ത് മാറ്റി ഇത്തവണ സോണിയുടെ IMX682 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സെൻസർ ഓൾറെഡി സാംസങ്ങിൻ്റെ M31s അൺബോക്സിംഗ് വീഡിയോയിൽ കണ്ടിരുന്നു. എക്സാക്ട്ലി സെയിം സെൻസറാണ്. സോ 64 മെഗാപിക്സലിൻ്റെ സോണി IMX682 സെൻസർ ഉണ്ട്. അതിലുള്ള ലെൻസാണ് f1.8 ലെൻസാണ്. 8 മെഗാപിക്സലിൻ്റെ 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കിട്ടുന്നുണ്ട്. സോ 64 മെഗാപിക്സലിൻ്റെ ഫോട്ടോ നോക്കിയാൽ നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 64 മെഗാപിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അൾട്രാ വൈഡ് ഫോട്ടോസ് നോക്കിയാലും അങ്ങനെ കളർ ഷിഫ്റ്റ് ഒന്നുമില്ല. നോർമലി അൾട്രാ വൈഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ചില ഫോൺസിലെ കളർ ഷിഫ്റ്റ് വരാറുണ്ട്, കൂടുതൽ വാംത്തൊക്കെ. അങ്ങനെ അനാവശ്യമായ കളർ ഷിഫ്റ്റും വാംത്തൊന്നും ഞാൻ കണ്ടില്ല. നല്ല രീതിയിലുള്ള അൾട്രാ വൈഡ് ഫോട്ടോസാണ്. ഈ ഫോണിൻ്റെ ക്യാമറ വെച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ നാച്ചുറൽ കളേഴ്സാണ് കിട്ടുന്നത്. അങ്ങനെ ആവശ്യമില്ലാത്ത ഓവർ സാച്ചുറേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് മാക്സിമം 4K 30 FPS ആണ് എടുക്കാൻ കഴിയുന്നത്. പിന്നെ 1080p 3060 ഉണ്ട്, 120 FPS ഉണ്ട്. പക്ഷേ EIS നിങ്ങൾക്ക് 4Kയിൽ കിട്ടില്ല, അത് 1080pയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു അൾട്രാ സ്റ്റഡി മോഡുണ്ട്, അത് 4Kയിൽ കിട്ടും. പക്ഷേ അതിൽ മെയിൻലി ക്രോപ്പിംഗ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ 4K സെലക്ട് ചെയ്താലും ആ ഒരു ഫുൾ ഫ്രെയിം കിട്ടില്ല, അത് ഫ്രെയിം ക്രോപ്പ് ചെയ്തിട്ട് അതിലാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഭേദം നോർമൽ EIS യൂസ് ചെയ്യുന്നതാണ്. 4K 30 FPSൽ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിംഗ് ഉണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. 1080pയിലും ഡീറ്റെയിലിംഗ് ഉണ്ട്, അങ്ങനെ ഓവർ സാച്ചുറേഷൻ അല്ലെങ്കിൽ ടിൻറ്റ് ഒന്നും കയറി വരുന്നില്ല. നല്ല നാച്ചുറൽ അതാണ് കിട്ടുന്നത്, വീഡിയോസാണ് കിട്ടുന്നത്. പിന്നെ നല്ല രീതിയിൽ തന്നെ ഫോക്കസും എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്കിഷ്ടപ്പെട്ടു.
ചില സ്ഥലങ്ങളിൽ ഒരു ചെറുതായിട്ടൊരു ഗ്രീൻ ടിൻറ്റ് കയറി വരുന്നുണ്ട്. പക്ഷേ അത് എല്ലാ ഫോട്ടോസിലില്ല, ചില ഫോട്ടോസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഇതിലൊരു നൈറ്റ് മോഡുണ്ട്. കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. നോർമലി നമുക്കറിയാലോ നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് പിടിച്ച് വെക്കാൻ പറയും, ഒരു സ്റ്റില്ലായിട്ട് ഇരിക്കാൻ പറയും, ഒരു 1-2 സെക്കൻഡ്. പക്ഷേ ഇതിൽ നീ 3-4-5 സെക്കൻഡ് ഒരു ചിലപ്പോഴൊക്കെ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ അത് എടുത്തു കഴിഞ്ഞ് കിട്ടുന്ന ഫോട്ടോ നല്ല ഇംപ്രസീവ് ഫോട്ടോസാണ്, അത് പറഞ്ഞേ കഴിയും. പിന്നെ ബാക്ക് ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും രണ്ടും വെച്ച് നിങ്ങൾക്ക് ബൊക്കെ മോഡിൽ വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു പോർട്രേറ്റ് മോഡിലുള്ള വീഡിയോഗ്രാഫിയിൽ ഫിൽറ്റേഴ്സ് ഇടാൻ കഴിയും. സോ നിങ്ങളൊരു റെഡ് ഓബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുത്താൽ റെഡ് മാത്രം ഫിൽറ്റർ ഔട്ട് ചെയ്ത് ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ കഴിയും. സോ ചില ആപ്പുകളിൽ ആ ഒരു സംഭവം ഉണ്ടെന്ന്, പക്ഷേ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഇതിൻ്റെ ക്യാമറ ആപ്പിൽ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം അത് ചെയ്ത് കളർഫുൾ ആക്കിയിട്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും. ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കിയാൽ 32 മെഗാ പിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ. 1080p 30 FPS എടുക്കാൻ കഴിയും. സെൽഫി ക്യാമറ എന്നെ അത്ര ഇംപ്രസ് ചെയ്തില്ല. സോ ഇതിൻ്റെ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പം പ്ലസ് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വെച്ച് നോക്കുമ്പോൾ അത്രയും നല്ല ഫോട്ടോസ് അല്ല എനിക്ക് കിട്ടിയത്. ഇതിനേക്കാളും ബെറ്റർ ഫോട്ടോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഫേസിൻ്റെ ഒരു സ്മൂത്തനിങ് നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഷാർപ്പായ ഫോട്ടോസ് കിട്ടുന്നില്ല. ഞാൻ സ്മൂത്തനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിരുന്നു, എന്നിട്ടും ചെറിയ രീതിയിൽ സ്മൂത്തനിങ് നടക്കുന്നുണ്ട്. സോ ഒരു ഷാർപ്പായ നല്ല ക്രിസ്പായ ഫോട്ടോ കിട്ടുന്നില്ല എൻ്റെ സെൽഫി ക്യാമറ വെച്ച്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്, സെൽഫി ക്യാമറ വെച്ച് ഫോട്ടോ എടുത്താലും വീഡിയോസ് എടുത്താലും എക്സ്പോഷർ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. സോ സെൽഫി ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഒരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു എനിക്ക്, ഞാൻ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. സോ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, പക്ഷേ സ്റ്റിൽ എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു സോ സെൽഫി. ഞാൻ എന്തായാലും ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഞാൻ കൂടെ സബ്ജക്റ്റായ ഞാൻ കൂടെ ഫ്രണ്ട് വരുമ്പം ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി വൈറ്റ് വാഷ് ആയി പോവുകയാണ്. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ 200 mAh ഒരു ഇൻക്രീസ് ഉണ്ട്. സോ 4300 mAh ആയിരുന്നു Realme 6 Proയിൽ, ഇത്തവണ 4500 mAh ആണ്. പക്ഷേ ചാർജിങ് പവറിൻ്റെ ഒരു കാറ്റഗറിയിൽ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ ഇപ്പം 30 വാട്ടിൻ്റെ ആയിരുന്നു ഫാസ്റ്റ് ചാർജർ Realme 6 Proയിൽ, ഇത്തവണ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. ഈ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു പവർ ശരിക്കും അറിയാൻ കഴിയുള്ളൂ. 30-35 മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത്. ടൈപ്പ് സി പോർട്ടിലൂടെയാണ് ചാർജിങ്. വളരെ ഫാസ്റ്റായ ഒരു ചാർജിങ് ആണ്. പ്ലസ് 2 ബാറ്ററീസ് ഉണ്ട്. സോ 2250 പ്ലസ് 2250 അങ്ങനെ 2 ബാറ്ററീസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ 2 ബാറ്ററീസും പാരലായിട്ടാണ് ചാർജ് ആവുന്നത്. സോ ഒരൊറ്റ ബാറ്ററിയിലേക്ക് 65 വാട്ട് അല്ല കയറുന്നത്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. സോ നോ ഇഷ്യൂസ്, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഹെഡ്ഫോൺ ജാക്ക് ആണ്. എനിക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. സ്പീക്കേഴ്സ് ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഇയർ പീസും സ്പീക്കറായി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഡ്യുവൽ സ്പീക്കർ അങ്ങനെ കിട്ടുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. അങ്ങനെ മങ്ങിയ സൗണ്ടൊന്നും അല്ല ഇയർ പീസിൽ നിന്ന് വരുന്നത്, നല്ല രീതിയിലുള്ള ലൗഡ് സൗണ്ട് തന്നെയാണ് വരുന്നത്. സോ ഓക്കെ, നല്ലൊരു സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഷെയർ ചെയ്യാം. മറ്റു ചില ഫീച്ചേഴ്സ് നോക്കിയാൽ വൈഫൈ കോളിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും വൈഫൈയിലൂടെ കോൾ ചെയ്യാൻ കഴിയും. FM റേഡിയോൻ്റെ സപ്പോർട്ട് ഇല്ല. സോ അതൊരു ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു നെഗറ്റീവാണ്. എന്താണെന്ന് അറിയില്ല, റിയൽമി പലപ്പോഴും FM റേഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട്, എന്താണെന്ന് അറിയില്ല. സോ FM റേഡിയോ സപ്പോർട്ട് ഇല്ല. ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ HDയിൽ സ്ട്രീം ചെയ്യാൻ കഴിയും. ക്യാമറ ടു APIൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഗൂഗിൾ ക്യാം യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ SAR വാല്യൂ ലിമിറ്റിലാണ്. Realme 7 Proൻ്റെ 6GB 128GB പ്രൈസാണ് 19,999 rupees. 8GB 128GB പ്രൈസാണ് 21,999 rupees. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം 6GB 128GB വേരിയൻ്റ് ആണ്. ഇത്രയും മതി. 8GB ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോർമലി 6GB ഫോൺസാണ് വാങ്ങാറുള്ളത്. ഇനി എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ലുക്ക് ഒബ്സർവേഷൻ എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഇംപ്രസ്ഡ് ആണ്. കാരണം നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യം ഇട്ടിട്ടുണ്ട്, സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. ഗ്ലാസ് മാറ്റി പ്ലാസ്റ്റിക് ആക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ചീപ്പ് ഫീലൊന്നും കിട്ടുന്നില്ല. നല്ലൊരു ക്ലാസി ഫീൽ തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു ഷൈനി ബാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ അത് ഫിംഗർ പ്രിൻ്റ് മാഗ്നറ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. പക്ഷേ ബാക്കി ഒരു കാറ്റഗറി നോക്കിയാൽ ക്യാമറ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള ക്രിസ്പ് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് മിക്കവാറും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അവർ ഇമ്പ്രൂവ് ചെയ്യും. ബാക്കി UIയിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ല പെർഫോമിംഗ് ആപ്പ് പ്രൊസസ്സർ ഉണ്ട്. നല്ല രീതിയിലുള്ള ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് 20,000 ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. സോ കാരണം പെർഫോമൻസ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, റാം ഉണ്ട്, നല്ല UI ഉണ്ട്, നല്ല ബാറ്ററി ഉണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ഉണ്ട്, നല്ല രീതിയിലുള്ള
സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാം റിയൽമി 7 പ്രോയിന്. ഇനി നിങ്ങൾക്ക് റിയൽമി 7 പ്രോ വേഴ്സസ് വേറെ എന്തെങ്കിലും ഒരു ഫോണിൻ്റെ കമ്പാരിസൺ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക, നമുക്കതും ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.